ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിത് മുട്ടയും ചെറുപഴം വെച്ചിട്ട് നല്ലൊരു സ്നാക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ ഞാൻ ചെറുപഴം മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഈസി റെസിപ്പിയാണ്. മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടം, വയറ് നിറച്ച് കഴിക്കും. പിന്നെ നമ്മളൊരു 3 പഴം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് നിറയെ ഈ ഒരു സ്നാക്സ് ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനിത് ആവശ്യമായിട്ട് നമ്മൾ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴം, നമ്മൾ മൈസൂർ പഴം എന്നൊക്കെ പറയില്ല, ഇത് റോബസ്റ്റ് പഴം വെച്ചിട്ടും നേന്ത്രപ്പഴം വെച്ചിട്ടും പിന്നെ കുന്നപ്പഴം അങ്ങനെയുള്ള പല പഴങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിത് 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളതിലേക്ക് ഒരു 4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് 1.5 സ്പൂണ് അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് പിന്നെ അതാ ഒരു മുട്ടയും കൂടി അതിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മൈദ ഒന്ന് അരിച്ചെടുത്ത മൈദയാണ് കേട്ടോ. ആവശ്യത്തിന് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മൊത്തത്തിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട. ഒരു 100 ഗ്രാം മൈദേൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ. 1/4 ടീസ്പൂണ് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ ആ മുട്ടയും പഴമൊക്കെ കൂടി നല്ല മൈദയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവായി കിട്ടും. ഈ ഒരു പരുവാണ് നമ്മൾക്കത് ആവേണ്ടത്. നല്ലപോലെ ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോ സ്പൂണ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ മുട്ടയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓരോ ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് നല്ല തിരിച്ച് മറിച്ചിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഒന്ന് 2 സൈഡും ഒരേപോലെ ആയാൽ നമ്മൾക്കത് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. സ്കൂളിലൊക്കെ പോയി അവർ പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ നല്ല വിശന്നിട്ടല്ലേ വരിക. അപ്പോൾ മക്കൾക്ക് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മക്കളൊക്കെ നല്ല വയറ് നിറച്ച് കഴിക്കും കേട്ടോ. പിന്നെ നല്ല കേക്കൊക്കെ വെട്ട് കേക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കണം. ആ ഒരു ടേസ്റ്റാണ് ഇത് ഉണ്ടാവുക. പഴം മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓരോ ഭാഗവും ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മളത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അടുത്തതും കൂടി നമ്മൾ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുത്തത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഓരോ സ്പൂൺ അതിലേക്ക് ഇങ്ങനെ ഇട്ടെടുത്തു. ഇപ്പോൾ എണ്ണ നല്ല ചൂട് വേണം കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് സിമ്മിലിട്ട് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് ഇതും ചെയ്തത്. ഇപ്പോൾ അതൊരു പാത്രം നിറച്ച് നമ്മൾക്ക് ഈ ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കമൻറ്റിലൂടെ നമ്മൾക്ക് ഇത് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടം കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. വീണ്ടും കഴിക്കാനും തോന്നും ഇത് ഉണ്ടാക്കിയാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ വിശന്നിട്ടൊക്കെ അല്ലേ വരിക. അപ്പോൾ അവർക്ക് വിശപ്പ് തീർന്ന് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു, ബൈ.